ചെറുവത്തൂർ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന രാമഞ്ചിറ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. 16.25 കോടി രൂപ ചെലവിലാണ് പാലം പണിതൊരുക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. റോഡ് വികസനത്തിനായി സർക്കാർ 35,000 കോടി രൂപ ചെലവഴിച്ചതായും കഴിഞ്ഞ 5 വർഷത്തിനിടെ 180 പാലങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചതായും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചെറുവത്തൂർ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച രാമഞ്ചിറ പാലം വീഡിയോ കോൺഫറൻസിംഗ് വഴി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായും ദീർഘകാല അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി പദ്ധതികൾ നിർണായകമായ പങ്കുവഹിച്ചതായും മന്ത്രി വ്യക്തമാക്കി. നഷ്ടപ്പെട്ട ഒരു പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ തയ്യാറായി. 100-200 കോടിയല്ല, 5,580 കോടി. അത്തരമൊരു തീരുമാനം LDF സർക്കാർ ഒന്ന് കൈക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത ഇന്ന് ഉള്ളതുപോലെ യാഥാർത്ഥ്യമാകില്ല. 600ഓളം കിലോമീറ്റർ വരുന്ന ദേശീയപാത 66 450-ലധികം കിലോമീറ്റർ പൂർത്തീകരിച്ചു. 500-ൻ്റെ അടുത്ത് കിലോമീറ്റർ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷവരെ നിങ്ങളെ അറിയിക്കുകയാണ്. കുതിരാൻ ടണൽ, മൂന്നാർ, ബോഡിമേട്ട്, നാട്ടുകൽ, താണാവ് ഹൈവേ പദ്ധതികളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഒട്ടനവധി ഹൈവേ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനപരമായ പങ്കാളിത്തം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ, കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്ററാണ്. മലയോര ജനത സ്വപ്നം കണ്ടൊരു പദ്ധതി. ഒട്ടനവധി പ്രതിബന്ധതകളുണ്ടായിരുന്നു, അതൊക്കെ തട്ടിമാറ്റി മലയോര പാത ഇപ്പോൾ വലിയൊരു ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ചടങ്ങിൽ മണ്ഡലം MLA M രാജഗോപാലൻ അധ്യക്ഷനായി. ഒരിക്കലും ആ രീതിയിലൊരു പാലം വലിയ ഓർമ്മയിലേക്ക് നിർമ്മിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ 5 ROB അടക്കം റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സംസ്ഥാന സർക്കാരാണ് മുൻഗണന നൽകുന്നത്. നമുക്ക് 5 ROB ഉണ്ട് മണ്ഡലത്തിൽ. അതടക്കം 32 പാലങ്ങളാണ് ഈ 10 വർഷക്കാലമായിട്ട് നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 564 കോടി 54 ലക്ഷത്തിൻ്റെ പാലം നിർമ്മാണമാണ് നമ്മുടെ മണ്ഡലത്തിൽ ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് വിവിധ ഘട്ടങ്ങളിലുള്ളത്. അതിൽ 14 പാലങ്ങൾ നാടിന് ഇതിനകം തന്നെ പൂർത്തിയാക്കി സമർപ്പിച്ചു കഴിഞ്ഞു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജിത, ശശിധരൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P ജനാർദ്ദനൻ, KV സുധാകരൻ, CV വിജയരാജ്, PC അബ്ദുറഹ്മാൻ, സിജി കട്ടക്കയം, മമ്മു കോട്ടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. പാലത്തിന്റെ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കോൺട്രാക്ടർ, എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CJ കൃഷ്ണൻ സ്വാഗതവും KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജയദീപ് നന്ദിയും പറഞ്ഞു. 2016-17 വർഷത്തെ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയ പദ്ധതിക്ക് 2020-ൽ 14.72 കോടി രൂപയുടെ സാമ്പത്തികാനുമതിയും 2021-ൽ 16.25 കോടി രൂപയുടെ സാങ്കേതികാനുമതിയും ലഭിച്ചു. KRFB കാസർഗോഡ് ഡിവിഷൻ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 274.15 മീറ്റർ നീളമുള്ള പാലത്തിന് 7.5 മീറ്റർ വീതിയുള്ള കാരിയേജ് വേയും 1.5 മീറ്റർ നടപ്പാതയും ഉൾപ്പെടെ 9.70 മീറ്റർ വീതിയുണ്ട്. 40 പിയറുകളോട് കൂടിയ സബ്സ്ട്രക്ചറും 19 സ്പാനുകളുമുള്ള പാലത്തിന് 3 അപ്രോച്ചുകൾ ഒരുക്കിയിട്ടുണ്ട്. അനുബന്ധമായി 400 മീറ്റർ സമീപന റോഡും BMBC നിലവാരത്തിൽ പണിതൊരുക്കി. മുൻപുണ്ടായിരുന്ന ചെറിയ വീതിയിലുള്ള ഷട്ടർ ക്രം ബ്രിഡ്ജിലൂടെ വലിയ വാഹനങ്ങളുടെ ഗതാഗതം സാധ്യമായിരുന്നില്ല. അതിന് പകരമായി നിർമ്മിച്ച പുതിയ പാലം പ്രദേശത്തെ ഗതാഗതം സുഗമമാക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ദീർഘകാലങ്ങളായുള്ള ആവശ്യം കൂടിയാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.